ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട വസ്തുക്കളിൽ കണ്ടുനിട്ട് ധനികരായ ഒത്തിരി പേര് ലേലം ചെയ്യുവാനായിട്ട് ഓടിയെത്തി. ആദ്യം ലേലം ചെയ്യുവാനായിട്ട് എടുത്തത് അയാളുടെ കുഞ്ഞിൻ്റെ ഓർമ്മ എന്നേക്കും നിലനിർത്താനായി അയാൾ ഏറ്റവും പവിത്രമായി സൂക്ഷിച്ചു പോന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഒരു ചിത്രമായിരുന്നു, ഒരു പെയിന്റിങ് ആയിരുന്നു. കുറച്ച് കാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടി എങ്കിലും ഇവിടെ തോന്നണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് മനോഹരമായ ബെത്ലഹേം നഗരിയും അതുപോലെ പുൽത്തൊട്ടിലുമൊക്കെ ഒരുക്കിയത് നമ്മുടെ മൈക്ലാഞ്ചലോമായ കുറച്ച് പേരാണ്. ഞാൻ ആ താഴെ കുഴപ്പമില്ലൊക്കെ എടുത്തു. ആ താഴെ വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഞാൻ അത് അങ്ങോട്ട് നോക്കിയപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, ഇവിടെ കലണ്ടും പിടിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നില്ല, എത്ര ഫോട്ടോ എടുത്തു. അപ്പം നമ്മുടെ ബെത്ലഹേം നഗരിയും പുൽക്കൂടും ഒക്കെ സജ്ജമാക്കുന്നത് ഈശോയ്ക്ക് പിറക്കുവാനായിട്ട് ഒട്ടും സമയമില്ല. എന്നിട്ടും കേവലം 3 ദിവസം കൊണ്ട് വളരെ മനോഹരമായിട്ട് അതാണ് ഈ ചുരുക്കിയത്. നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൈക്ലാഞ്ചലോമാരും അതുപോലെ ലേനാർഡോ ദാ വിഞ്ചിമാരും ഒക്കെ, ജോസ് വടവനാട്ട്, അതുപോലെ സാജു ഏണിയങ്കാട്ട്, ഷൈജു വടക്കേപ്പറമ്പിൽ, പ്രവീൺ കൊല്ലറാത്ത്, ബെന്നി പുഞ്ചായിൽ, തങ്കച്ചൻ പാറയിൽ, പാനൂസ് ചീരമറ്റം, അവരുടെയൊക്കെ നേതൃത്വത്തിൽ പലരും ഒത്തിരി പേര് സഹായിച്ചു. എങ്കിലും അവരുടെ നല്ല മനസ്സും കഠിനാധ്വാനവും ഒക്കെയാണ്. അതോടൊപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ നടത്തിപ്പ് കൈക്കാരൻ ജെയ്സൺ വള്ളിപ്പറമ്പിൻ്റെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യൻ പെരുമാട്ടിക്കുന്നേൽ, അതുപോലെ സന്തോഷ് പണ്ണാർകുളം, സണ്ണി ചക്കുക്കൽ തുടങ്ങിയവരാണ്. അവർ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. അതുപോലെ മനോഹരമായിട്ട് ക്രിസ്മസ് ദിവസം വെള്ളപ്പൂക്കൾ കൊണ്ട് നമ്മുടെ മധുബഹ മനോഹരമാക്കിയ നമ്മുടെ സിസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ അൾത്താരയിൽ സഹായിക്കുന്ന ദേവിച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള അൾത്താര ശുശ്രൂഷകർ, അതുപോലെ ഞങ്ങളുടെ കാര്യം എന്ത് എന്ന പാട്ടുകാരൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഗാന ശുശ്രൂഷകർ, അവരൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, അവരോട് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ കരോള് വളരെ ഭംഗിയായിട്ട് എല്ലാത്തിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ കണ്ടു നോക്കിയാൽ തലശ്ശേരിക്കാരും അതുപോലെ പാമ്പളാനി പിതാവൊന്നും കേൾക്കണ്ട. ഇരിട്ടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബോൺ അത്താരയൊക്കെ ഒന്നുമല്ല. അത് വെച്ച് നോക്കിയാൽ എല്ലാവരും നല്ല പിന്നെ യൂണിഫോമൊക്കെ അണിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഭംഗിയായിട്ട് നമ്മുടെ കരോട് പോയി അതിനെ സഹായിച്ച പങ്കെടുത്ത എല്ലാവരെയും, അതുപോലെ നല്ല സംഭാവനകൾ നൽകി സഹായിച്ച എല്ലാവരെയും, ഇതുവരെ നമുക്ക് 1,00,000
1,464 രൂപ കിട്ടി. ഇനി 1-2 വാർഡുകൂടി വരാനുണ്ട്. അപ്പം നല്ല സംഭാവനയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മിഷലീഗിൻ്റെ പ്രവർത്തകർ നമുക്കായിട്ട് സമ്മാനങ്ങളും ബമ്പർ സമ്മാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിലെല്ലാവരും സഹകരിച്ചാൽ നല്ലതാണ്. 20 രൂപയാണ് ഒരു ടിക്കറ്റിന്. 20-നൊന്നും നിൽക്കേണ്ട, 200-ൻ്റെ നോട്ടും 500-ൻ്റെ നോട്ടും ഒക്കെ കൊടുത്തിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു സീരീസ് മുഴുവനും എടുക്കുക. അപ്പോൾ മിക്കവാറും അതിനകത്തൊരു ബമ്പർ സമ്മാനമാണ്. വിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വർഷത്തിന്റെ ശരീര രക്തങ്ങളാമതികളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തിരുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും
എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോയന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അവിടുത്തെ സന്നദ്ധിയിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നദ്ധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സഹകരിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടകക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമർത്ഥമായ അനുഗ്രഹത്താൽ അപത്തുണയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനത്തോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായി മാറിയ 14-ാമൻ മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ മേഖല ആർച്ച് ബിഷപ്പുമാർ ഓഫീൽ തട്ടൽ മെത്രാപ്പൊലീത്തായ്ക്കും ആർച്ച് ബിഷപ്പുമാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാനും മാർ അലക്സ് മെത്രാനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാര്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഗർഭരവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയും നാമവല്യവും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിടുന്നല്ലേ വരട്ടെ. നിന്റെ ദാസത്തെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃതിക്കും പാപകടമോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തില്ല ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ ജീവനത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയമമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, യേശുമിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ഞങ്ങളുടെ അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവനുണ്ടാകുന്നതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് എടുപ്പിച്ച ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ തിരുവിതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മാർ അലക്സ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നിലവുകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ പങ്കാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേഫിനോടും വിനീതരായ ആട്ടിടയന്മാരോടും കൂടി ഞങ്ങളും ദൈവത്തിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ തന്നിലായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധാവതരണരാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിലെ നാഥ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. He who made